ഇനി ഇവരുടെയൊക്കെ പിന്നെ ബേസിലായിട്ടും കണ്ടപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ നിങ്ങളൊക്കെ ഇത്രയും ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഒരു ഇൻട്രോ പോലും സെറ്റ് ചെയ്തൊന്നുമില്ല, ഒന്നില്ലെങ്കിൽ ഞാനും വലിയൊരു നടനല്ലേ ഡയറക്ടറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പുള്ളിക്കുന്ന ഒരു ഇൻട്രോ കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ഡ്രോൺ ഷോട്ട്, പടക്കം, കുറെ പോക, അതിനിടയിൽ ബേസിലാട്ടം വരുന്നു, ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തത്. വീഡിയോ കിട്ടിയപ്പോൾ ബേസിലാട്ടം പുകയില് കാണാനില്ല, ഫ്രണ്ടിൽ വിപിൻ ചേട്ടനും വൈഫും കുട്ടിയും, അവർക്കൊരു മാസ് വീഡിയോ സെറ്റ് ചെയ്ത് കൊടുത്തു. അവസാനം അതിന് സീന് ബേസിലാട്ടം ആകെ ഡാർക്കായി പോയി. ഈ സത്യം എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞു ചേരും അടുത്ത കട്ട് ഞാൻ മറ്റേ വാഴയ്ക്ക് കുഴിയെടുക്കുന്നത് ഇതുവരെ പുള്ളി ചെയ്തൊരു സാധനമല്ല ഇത്. പുള്ളി എന്താ ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. മേ ബി അമർ അക്ബർ പാവാടയൊക്കെ പോലത്തെ ഒരു പരിപാടി ആയിരിക്കും പുള്ളി ചെയ്തിട്ടുണ്ടാവുന്ന വിചാരിച്ചത്. നമ്മൾ പ്രിവ്യൂ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതിനകത്ത് കയറി ഒരിക്കലും പറയില്ല നമ്മൾ കളമശ്ശേരി സെറ്റിലാന്ന് പറയൂല. ഗുരുവായൂർ അമ്പലത്തിന്റെ ഡയമെൻഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു മിനിയേച്ചർ ഉണ്ടാക്കി, അത് കറക്റ്റ് അമ്പലം എന്താണോ അത് തന്നെയാണ് അവിടെ ഫേസിലിനെ ഇവര് കൊണ്ട് കളിയാക്കി കൊണ്ട് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇവര് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. തൃശ്ശൂര് പ്രാങ്കുടി ഷാപ്പിന്റെ സെറ്റിൽ പോയിട്ട് ചെയ്ത വീഡിയോ ആണ്. അവിടം വരെ പോയിട്ട് ഊക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഗുരുവായൂർ അമ്പലനടയിലെ വിജയവിശേഷങ്ങളുമായി അഖിൽ കവലയൂറും സാഫ് ബോയാണ് നമുക്കൊപ്പോൾ ഉള്ളത്. ഹായ് സാഫ്, അഖിൽ. പൊളിച്ചിട്ടുണ്ട് പടം റോക്കറ്റ് പോലെ കുതിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കണേ. എങ്ങനെയുണ്ട് റെസ്പോൺസ്? നല്ല റെസ്പോൺസ് ആണ്. ഇപ്പൊ റോക്കറ്റ് പോലെ തന്നെ നമുക്ക് തോന്നണേ, കുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കണ്ടറിയാം ഇനിയുള്ള ദിവസങ്ങളിൽ. ഇപ്പൊ ഇതുവരെ നല്ല ബുക്കിംഗ്സ് ആണ്. ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് ടിക്കറ്റ് കിട്ടണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് ടിക്കറ്റ് കിട്ടണില്ല എന്നുള്ള സങ്കടം നമുക്ക് സന്തോഷമാണ്. കിട്ടണില്ലല്ലോ, അത്രയും ആളുകൾ പടം കാണാൻ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. ഹാപ്പി. കുറെ റെഫറൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, ദൃശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, ഒത്തിരി പടങ്ങളുടെ റെഫറൻസ് ഉണ്ട് അല്ലെ. എനിക്ക് ഗോഡ് ഫാദറിന്റെ ഒരു റെഫറൻസ് എല്ലാവർക്കും കിട്ടിയോന്ന് അറിഞ്ഞൂടാ. ഒരു സ്ഥലത്ത് അടിച്ചിട്ടുണ്ട്. ആ പന്തല് പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പണി നിർത്തടാന്ന് പറയില്ലേ, അപ്പൊ മറ്റേ കെട്ടടാ കൊട്ടടാ സാധനമില്ലേ, ആ റെഫറൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ട്. ഈ ആൾക്കാരൊക്കെ റെഫറൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങിയോ? പിന്നെ രാജുവേട്ടന്റെ ആനന്ദന്റെ ക്യാരക്ടർ ആ സീനില് ഈ സത്യം എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞു ചേരും അടുത്ത കട്ട് ഞാൻ മറ്റേ വാഴയ്ക്ക് കുഴിയെടുക്കുന്നത് അത് ഇട്ടത് രണ്ടു മൂന്ന് വിളിച്ചു പറഞ്ഞു. ഭയങ്കര പരിപാടിയാണ് അടുത്ത കുഴിയെടുക്കുന്നത്. ആൾക്കാരെ കുറെ കട്ടുകൾ കൊണ്ടുവന്നു. അത് ദൃശ്യം റെഫറൻസ് അടിക്കുമ്പോഴും ആ സാധനം ആ കുഴി വന്നത് ഭയങ്കര രസമുള്ള. അത് എല്ലാവർക്കും ചിരി വരും. കുഴിയെടുക്കുമ്പോൾ ആൾക്കാർ കറക്റ്റ് കട്ട് കുഴിയെടുക്കും. അതാണ് എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത്, ബേസിലിനെ ആദ്യം കാണുന്ന സമയത്ത് ഈ മനുഷ്യൻ പൃഥ്വിരാജ് ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്. അസാധ്യ പാട്ടിടില്ലേ, പാട്ടിന് തൊട്ട് മുമ്പ് ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ആടുജീവിതം കഴിഞ്ഞിട്ട് പൃഥ്വിരാജിന്റെ കോൺട്രാസ്റ്റ് വരുന്നത് ഭയങ്കര രസമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സിനിമയാണ്. അപ്പം അത് നന്നായിട്ട് നല്ല മീറ്ററിൽ തന്നെ പിടിച്ചിട്ട് ഭയങ്കര പ്ലസന്റ് ആയിട്ടല്ലേ നിറഞ്ഞു ചിരിക്കണം പറയുന്നത്. അതെ, ഭയങ്കര രസമാണ്. അതുപോലെ എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു പുള്ളി കോമഡി ചെയ്യുമ്പോൾ എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനും അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ പുള്ളി ചെയ്തൊരു സാധനമല്ല ഇത്. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ പുള്ളി ചെയ്തപ്പോഴൊക്കെ ആശങ്കകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളി ഒറ്റയ്ക്കെല്ലാം നോർമലായിട്ട് ചെയ്ത് പോയായിരുന്നു നമ്മളെല്ലാ സീക്വൻസും. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളാരും കണ്ടിട്ടില്ല രാജേട്ടൻ്റെ. കാരണം രാജേട്ടന് കൂടുതലായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് അഖിലേട്ടനായിട്ട്. നമ്മളധികം എനിക്ക് വേണ്ട ക്ലൈമാക്സിലും പിന്നെ ബാറിലൊരു ഫൈറ്റിലുമാണ് നമ്മൾ അധികം കാണുന്നത്. അപ്പൊ പുള്ളി എന്താ ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. നമ്മൾ പ്രിവ്യൂ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാനും സിജുവും അശ്വിനും ഞങ്ങളെല്ലാവരും ഇത് കണ്ടപ്പോൾ ഇങ്ങനൊരു സാധനമാണോ പുള്ളി ചെയ്തത് എന്നുള്ളൊരു സാധനം. കാരണം നമ്മൾ ടീസർ കണ്ടപ്പോഴും മേ ബി അമർ അക്ബർ പാവാടയൊക്കെ പോലത്തെ ഒരു പരിപാടി ആയിരിക്കും പുള്ളി ചെയ്തിട്ടുണ്ടാവുന്ന വിചാരിച്ചത്. പക്ഷേ പ്രിവ്യൂ കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര ത്രില്ലായി. 2 ദിവസം പിന്നെ പ്രിവ്യൂ കണ്ടേ ഇറങ്ങുന്നതിന്റെ. അപ്പൊ പിന്നെ ഞങ്ങൾ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. തിയേറ്ററിൽ പുള്ളിയുടെ പരിപാടികൾക്ക് എങ്ങനെയായിരിക്കും ആൾക്കാരെ ഇഷ്ടാവുന്ന ഉറപ്പായിരുന്നു. പക്ഷെ എത്രത്തോളം അത് വർക്കാവുമെന്ന് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് എന്തായാലും ആൾക്കാർക്ക് ഭയങ്കര വർക്കായിട്ടത്. അപ്പൊ നിങ്ങൾ കല്യാണം മുടക്കികളാണ് ശരിക്കും. കൊണ്ടുവന്ന ഞാനാണ്. അതെ, കൊണ്ടുവന്നത് നിങ്ങളെ, മുടക്കിയതും നിങ്ങളെ പറയുന്ന അവസ്ഥയുണ്ട്. പക്ഷെ രസമായിട്ട് വന്നിട്ടാണ് നിങ്ങളെയൊക്കെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. അശ്വിനും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ടിങ്ങും ഭയങ്കര രസമായിരുന്നല്ലോ. നിങ്ങൾ ആ കല്യാണം എന്ന് പറയുന്നത് 24 ദിവസം ഷൂട്ട് ചെയ്തു അല്ലേ? 24 ദിവസം കണ്ടിന്യൂസ് ഷൂട്ട്, ഒറ്റ കോസ്റ്റ്യൂമില്. അവസാനത്തെ അമ്പലവും അടിയും അതൊക്കെ അല്ല. പക്ഷെ അമ്പലം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കര ആംബിയൻസ് ആണ് അവിടെ. രാവിലെ ഭക്തിഗാനം ഇടും. ഞങ്ങൾ രാവിലെ 7 മണിക്ക് കോൾ ടൈം, 6:30 കോൾ ടൈം ആയിരിക്കും. വണ്ടി വന്ന് സെറ്റിന്റെ ഫ്രണ്ട് ഇറങ്ങാൻ നേരത്തെ അവിടെ മറ്റേ ഗുരുവായൂർ പാട്ട് കേൾക്കുന്ന പോലെ പാട്ടിട്ടേക്ക് നാട്ടില് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചാൽ ആ മണവും പരിപാടി ഭയങ്കര വൈബാണ് അവിടെ. അതിനകത്ത് ഒരിക്കലും പറയില്ല നമ്മൾ കളമശ്ശേരി സെറ്റിലാന്ന് പറയൂല.
വന്നിട്ട് കുറെ ആൾക്കാർ കാണാൻ വന്നിരുന്നു കേട്ടോ, സെറ്റ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അതായത് ഗുരുവായൂർ അമ്പലത്തിന്റെ ഡയമെൻഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു മിനിയേച്ചർ ഉണ്ടാക്കി, അത് കറക്റ്റ് അമ്പലം എന്താണോ അത് തന്നെയാണ് അവിടെ സെയിം, അതായത് ഓരോ അളവ് വരെ സെയിം ആണ്, മീറ്ററാണ്. അതിന്റെ ഫസ്റ്റ് ക്രൗഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം ഈ തെലുങ്ക് സിനിമകളിലൊക്കെ നമ്മൾ മാസിനെ വെച്ച് ചെയ്യുന്ന സമയത്ത് അവരൊരു ലാർജ് സ്കെയിലിൽ തന്നെ ഇത് ഉണ്ടാക്കും. അപ്പം ഇത് കണ്ടപ്പം എനിക്ക് ഉള്ളങ്ങ് നിറഞ്ഞു. കറക്റ്റ് ആംബിയൻസ്, അവിടെ ഉള്ള ഗുരുവായൂരിന്റെ തള്ളലും ഒക്കെ സാധനം ചെയ്തപ്പോഴും ഇത് നമ്മൾ പിടിക്കും എന്നുള്ളൊരു സാധനമല്ലേ അവിടെ തന്നെ നമുക്ക് കിട്ടി സാധനം. അതിന്റെ ഒരു സ്കെയില് മനസ്സിലായി. പിന്നെ ത്രൂ ഔട്ട് ആ സാധനം പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ജഡ്ജ്മെന്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് സെറ്റ് ആയിട്ട് എന്റെ തലയിൽ കിടക്കുകയല്ലേ. അതാണ് നമുക്ക് പ്രിവ്യൂ കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് ഭയങ്കര വർക്കായി എല്ലാവർക്കും, സെക്കൻഡ് ഹാഫ് ഭയങ്കര അയ്യോ എന്താവുന്നൊരു ഡൗട്ട് വന്നു. കാരണം നമുക്കിത് എങ്ങനെ ചിന്തിച്ചിട്ടും അമ്പലമായിട്ട് കിട്ടണില്ല. നമ്മൾ 24-25 ദിവസം അവിടെ കിടന്ന് വഴുകിയ ആൾക്കാരാണ്. അപ്പൊ നമുക്കത് സെറ്റാണെന്ന് അറിയാം, മുകളിൽ ലൈറ്റ്സ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഓഡിയൻസിന് അത് അമ്പലമാണെന്ന് കറക്റ്റ് ഫീല് കിട്ടണ രീതിയിലാണ് വിപിൻ ചേട്ടൻ മേക്ക് ചെയ്തിട്ടുള്ളത്. അവസാനം എന്താ ഗുരുവായൂരപ്പന്റെ ഒരു പരിപാടികളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് അതിന്റെ ഒരു എൻഡിൽ നമ്മൾ വരിക. അപ്പൊ അത് നമുക്കത് അവസാനമാണ് കിട്ടുന്നത്, ലൈക്ക് ഈ ഒരു ഫീൽ കിട്ടുന്നത്. പക്ഷെ ഓഡിയൻസിന് ത്രൂ ഔട്ട് അമ്പലത്തിലാണല്ലോ നടക്കണേ. അപ്പൊ അത് ഭയങ്കര രസമായി. ക്ലൈമാക്സിന്റെ സമയത്ത് നിഖിലയം പിടിച്ചിട്ട് പൃഥ്വിരാജ് ഇങ്ങനെ വരുന്ന ഒരു സാധനമല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ കന്നുവെച്ചാൽ ഒരു ലാർജ് സ്കെയിലിൽ ഇത്ര കളർഫുൾ ആയിട്ട് നമ്മുടെ സിനിമ ഇത്രയും വളർന്നില്ലേ, ആ സാധനം കാണുമ്പോൾ ഭയങ്കര കുളിരായിരുന്നു, കണ്ണിന് ഭയങ്കര കുളിരായിരുന്നു. അപ്പോൾ അഖിൽ എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക് ആണ് ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത്. ഇപ്പൊ തെക്കൻ തൽകേസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ പ്രീമിയർ പത്മിനിയില് വെബ് സീരീസിൽ അതൊക്കെ പത്മിനി ഇപ്പൊ നമ്മള് എല്ലാരും തിരക്കായി, അസീസ് എല്ലാരും കുട്ടിയൊക്കെ തിരക്കായി വന്നപ്പോഴത്തേക്ക് ഇപ്പം ജസ്റ്റ് ഇപ്പൊ അതിപ്പോ ചെയ്യുന്നില്ല, സീരീസ് ചെയ്യുന്നില്ല, അങ്ങനെ ഇരിക്കുകയാണ് അത്. അന്ന് ആ കോവിഡ് സമയത്തൊക്കെ നമുക്ക് ടൈം ഉണ്ടായിരുന്നല്ലേ, അന്ന് കുറെ കണ്ടന്റുകൾ ചെയ്ത് കുറെ സാധനങ്ങൾ പോയത്. അതിന്റെ റെഫറൻസിലൊക്കെ കൂടുതലും പടത്തിലൊക്കെ തെക്കന്തല്ലിൽ അങ്ങനെ തന്നെ വിളിക്കണം തന്നെ. ഈ തെക്കന്തല്ലിൽ ശരിക്കും ഈ പഴയ കാലഘട്ടത്തിന്റെ കുറെ സ്റ്റൈലായിരുന്നു എല്ലാവരും, അങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നു ഹൃദയൊക്കെ വെച്ചിട്ട്. അന്ന് നിങ്ങൾ അത് വെച്ച് അഭിനയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു കോമിക് ആയിട്ടാണോ നിങ്ങൾ ചെയ്തത്? കോമഡി, അതായത് സെറ്റെല്ലാം പഴയതല്ലേ, എല്ലാം പഴയ മാമന്മാരെ കുറെ പേര് ഇതേപോലെ ഹൃദയം വെച്ച് രാവിലെ വരും, പഴയ ഷർട്ട് ലുങ്കി, അത് ഭയങ്കര രസമായിരുന്നു ആ ഒരു പരിപാടി. ബിജുചേട്ടൻ പിന്നെ ആള് പിന്നെ ഭയങ്കര വൈബാണല്ലോ, പുള്ളിയായിട്ട് പറയുന്ന കഥ പറച്ചിലും കാര്യം പറച്ചിലും ഒക്കെ ആയിരുന്നു. ഈ സാഫ് ബോയ് ഒരു തന്ത വൈബ് ചെയ്തിട്ടുണ്ട്. തന്ത വൈബിൽ കുറേ സാധനങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒബ്സർവേഷൻസ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ഫേസ്ബുക്കിന്റെ വസന്തങ്ങളെ കളിയാക്കുന്ന പരിപാടിയാണ് സാഫ് ബോയ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളൊക്കെ ശരിക്കും ഫേസ്ബുക്ക് വസന്തങ്ങളാണ്. അത് ആക്ച്വലി എങ്ങനെ വന്നതെന്ന് വെച്ചാല് നമ്മളെ കസിൻസ് എല്ലാരും ഒട്ടുമിക്ക പേരും പുറത്താണ്. വലിയൊരു ലാർജ് കസിൻസിന്റെ ഒരു ക്രൂ ഉണ്ട് വീട്ടില്. എല്ലാരും പുറത്തായതുകൊണ്ട് തന്നെ ഇവര് വല്ലപ്പോഴും ഒരു 10 ദിവസം 20 ദിവസത്തിനാണ് നാട്ടിലേക്ക് വരിക. നാട്ടിൽ വരുന്ന സമയത്ത് ലീവ് തീരും, പുറത്തിറങ്ങില്ല, ലീവ് തീരും എന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാരും കളിയാക്കും തന്ത വൈബ്, തന്തയായി യുവത്തൊക്കെ പോയി അങ്ങനെ കളിയാക്കുമ്പോഴുള്ളൊരു വേർഡായിരുന്നു അത്. അപ്പൊ ഞാനത് വെച്ചിട്ട് നമ്മള് വാഴയ്ക്ക് വേണ്ടിയിട്ട് മൊത്തം എല്ലാരും ക്ലീൻ ഷേവ് അടിച്ചിരുന്നു. അപ്പൊ ഭയങ്കര ബോറ് കണ്ണാടി നോക്കുമ്പോ. അപ്പൊ പിന്നെ അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ അങ്ങനെ ചെയ്ത് നോക്കിയ വീഡിയോ ആണ് അത്. പക്ഷെ അത് നമ്മള് എനിക്ക് തോന്നുന്നു 1 കോടി എന്തോ ആൾക്കാർ കണ്ടു തോന്നുന്നു. ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു അതിനകത്ത്, കറക്റ്റ് സാധനങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ ഉണ്ടായിരുന്നു. അത് വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്ത് പിന്നെ കളഞ്ഞതാ. ഫാന് നമുക്ക് റൂമിൽ ഫാൻ കറങ്ങി പോണ ഭയങ്കര വിഷമാണ് ഇപ്പൊ. പണ്ടൊന്നും വിഷയമല്ലായിരുന്നു, അതൊക്കെ ഓഫാക്കും, അങ്ങനെ കുറെ സാധനം ഉണ്ടായിരുന്നു. പഴയ സിനിമകൾ മാത്രം കാണാൻ തോന്നുക. ഈ പാട്ടിന്റെ കേസ് പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. പക്ഷെ ഇപ്പൊ യങ്സ്റ്റേഴ്സും കാണുന്നുണ്ട് കേട്ടോ അത്തരം പാട്ടുകളൊക്കെ. പിന്നെ കാരണം ഞാനൊക്കെ അങ്ങനെ കേൾക്കാറുള്ളൂ. ഞാൻ ശരിക്കും അന്തവിപ്പാണ്. എനിക്ക് ഞാൻ ഇപ്പോഴും 2010 സ്റ്റെക്കാണ്. 2010 ഇറങ്ങിയ പാട്ടുകളും 2010 സമയത്തുള്ള സിനിമകളാണ് ഞാൻ ഇപ്പോഴും അധികം ഈ സ്റ്റോറി കിടുമ്പോൾ ഞാൻ പാട്ടായിട്ട് സെലക്ട് ചെയ്യണതൊക്കെ ആ ഒരു സമയത്തെ പാട്ടുകളാണ്. ഈ ആലി എന്നൊക്കെ പറഞ്ഞ അന്നത്തെ ഹിറ്റുകളുണ്ട്, അങ്ങനത്തെ പാട്ടുകളാണെങ്കിൽ ഇപ്പോഴും കുറച്ചുകൂടെ ഫീല് കിട്ടാറ്. അപ്പൊ ഞാൻ ശരിക്കും തന്തയുമാണ്. ഈ ഷുഗർ ഡയറ്റിന്റെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, അത് എക്സാക്ട് സാധനമാണ്, അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഷുഗർ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ ഡയറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഡയറ്റ് ചെയ്യാതിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. അത്രയും ഷുഗർ കുടിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അതിനകത്ത് നിർബന്ധിക്കുന്നില്ലേ, ഇത്തയോ മറ്റോ കൊണ്ടുവന്നിട്ട് കുടിക്കാൻ പറയുന്നില്ലേ, ആ സാധനം അത് സത്യമാണ്. വേറെ എന്തിലും നമ്മൾ പിടിച്ചിരിക്കും. ഫ്രണ്ട്സ് നമ്മളെ മറ്റേ കത്തി വെച്ച് കഴിക്കാൻ പറഞ്ഞാൽ പറ്റൂല എന്ന് പറയും. പക്ഷെ ഉമ്മയോ മൂത്തമ്മയോ വന്നിട്ട് നമ്മളോട് ഈ പ്രായത്തിൽ ഇതൊക്കെ പറ്റുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഷുഗർ ഒക്കെ വരും എന്ന് പറഞ്ഞാൽ അതില് വീഴും. ശരിയാണ്, കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും കഴിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എന്റെ ഡയറ്റൊക്കെ അങ്ങനെ പൊളിയാറ്. ഞാൻ ഇവരെ ഫ്രണ്ട്സൊക്കെ ഇവരൊക്കെ തന്നെ കളിയാക്കും, ഓ ഷുഗർ ഇപ്പൊ തന്നെ ഷുഗർ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്.
അതിലൊക്കെ ഞാൻ പിടിച്ചേക്കും. വീട്ടിൽ പോയാൽ പൊളിച്ചെടുക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് ഷുഗർ ഡയറ്റ് ചെയ്യുന്ന കേട്ടോ. എന്തെടുത്താലും ഉടനെ ഷുഗർ ആണെന്ന് പറയും. എന്റെ പിന്നിൽ നിൽപ്പുണ്ട്. അപ്പോൾ ആളും ഇതേപോലെയാണ്. പക്ഷെ ഇവരെയൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇവരൊക്കെ നല്ല മധുരം കഴിക്കും. ഞങ്ങളുടെ എഡിറ്റർ ഇതേപോലെയാണ്. ഡയറ്റൊക്കെയാണ്, മധുരമില്ലാത്ത ചായയൊക്കെ കുടിക്കുള്ളൂ, പക്ഷെ ജിലേബി കഴിക്കും. അതാണ്, അതൊരു കോമ്പൗണ്ട്. മധുരമില്ലാത്തൊരു ചായയും ഒരു ലഡു അല്ലെങ്കിൽ ഒരു ജിലേബി. അത് ഭയങ്കര രസമുള്ള പരിപാടി. അതുപോലെ തന്നെ എനിക്ക് മറ്റേ സാധനമില്ലേ, കാറ് മുട്ടുന്ന സമയത്ത് അവസാനം ഷൈൻ ടോം ചാക്ക ഇറങ്ങി ഓടും, പക്ഷെ അതിൽ ഷൈൻ നിഗമത്തിന്റെ സാധനമില്ല, ഭയങ്കര രസമായിട്ട് ആ ഒബ്സർവേഷൻ ഇല്ലേ, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ഉള്ളിൽ ഒരു കലാകാരൻ ഉണ്ടല്ലോ. അത് ഞാൻ അങ്ങനെയല്ല വിചാരിച്ചായിരിക്കും. വേറെ കൺട്രീസിലെ ആൾക്കാരൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോഴാണ് ഷൈൻ ചേട്ടൻ മറ്റേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയ സീനും ഷൈനികത്തിന്റെ കുറെ ഇഷ്യൂസും അങ്ങനെയൊക്കെ കിട്ടിയപ്പോൾ ഫഹദിന്റെ മറ്റേ അതേ സാധനമൊക്കെ അപ്പൊ ഞാൻ ഒന്ന് എല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഷൈൻ ചേട്ടന്റെ അവസാനത്തെ ഓട്ടം അവസാനം കൊടുത്തു കഴിഞ്ഞാൽ ചിരി വരുമെന്ന്. കാരണം പുള്ളി അപ്പൊ ഭയങ്കര ട്രെൻഡായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത സംഭവമാണ്. അത് എന്നോട് കുറെ സിനിമയിലുള്ളവർ തന്നെ എന്നോട് ഏറ്റവും കൂടുതൽ എന്നെ കാണുമ്പോൾ എന്റെ കണ്ട വീഡിയോ അതാണ് അവരുടെ. ഒമർലുലു എല്ലാവരും ഉണ്ട്. പക്ഷെ അതെനിക്ക് ആൾക്കാർ ഡിസ്കസ് ചെയ്യുമ്പോൾ പേടിയാണ്. കാരണം ഇവരൊക്കെ പിന്നെ നേരിട്ട് ഞാൻ അന്ന് അറിയില്ലല്ലോ ഇവരൊക്കെ കാണാൻ പറ്റുമെന്ന്. പക്ഷെ ഇപ്പൊ കാണാൻ ഒമർലുലു ഇവരൊക്കെ പിന്നെ ഇപ്പൊ നേരിട്ട് കാണുമ്പോ പക്ഷെ എല്ലാവരും ഒന്ന് നല്ല സെൻസിലെടുത്തത്. പക്ഷെ ചേട്ടനൊക്കെ അന്ന് മെസ്സേജ് അയച്ചിരുന്നു കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് രസമായിരുന്നു. ബ്ലസ്സി വന്നിട്ട് ബ്ലസ്സിയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, സ്റ്റൈലിലെ സംസാരവും. പിന്നെ വിനീതില്ലേ, വിനീത് ശ്രീനിവാസൻ വന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, അത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. എന്താണ് അപമാനത്തോടെ പറയും ഞാനാണ് ഇവരുടെ കോച്ച് പണ്ടാരം. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് റെഫറൻസ് പിടിച്ചാണല്ലോ. അത് കൊള്ളായിരുന്നു കേട്ടോ, പരിപാടി കൊള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു നർമ്മകലയിൽ ഉൾപ്പെടെ ഒരുപാട് നമ്മുടെ ഷോഗനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാ ട്രൂപ്പുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. വീട് ആറ്റിങ്ങിലല്ലേ? ആറ്റിങ്ങൽ വർക്കല, കവലിയൂർ. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. പറയണ്ടേ അല്ലേ? നെടുമങ്ങാടാണ്. നെടുമങ്ങാടാണല്ലേ? സ്ലാങ് മാറ്റി പിടിക്കുന്നു. ഇനി നമുക്ക് വേറെ ലെവൽ പറയണ. അങ്ങനെയാണ് എനിക്ക് ഒരു ട്രിവാൻഡ്രം കണക്ഷൻ ഉണ്ട്. ഞാൻ അമ്മാനൂര് ഒരു വർഷം പഠിച്ചിട്ടുണ്ട്, പട്ടത്ത് സെന്റ് മേരീസ് പട്ടം, 9ാം ക്ലാസ് മാത്രം. പക്ഷെ അത് കിട്ടില്ല കേട്ടോ, ഞങ്ങൾ കുറച്ച് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ സ്ലാങ് കിട്ടും. പക്ഷെ ഞാൻ ട്രിവാൻഡ്രത്ത് വിചാരിച്ചില്ല കേട്ടോ, കൂടെ കൊച്ചിയിലാണ്. അപ്പം അല്ല, ഇപ്പൊ കൊച്ചിക്കാരനാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-18 വർഷം എന്നാണ് ഞാനൊരു റൈറ്റപ്പ് വായിച്ചപ്പോ കണ്ടത്. മിമിക്രി പിന്നെ ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമിക്ക മിമിക്രി ട്രൂപ്പുകളിലും കഴിഞ്ഞിട്ടാണ്. പിന്നെ ഈ നർമ്മകലയുടെ ഒരു കാലം പറയൂ, നിങ്ങളൊക്കെ നർമ്മകല കളിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ വായി നോക്കി നിൽക്കുന്ന ഒരു നമ്മൾ ട്രൂപ്പിൽ കളിക്കുന്ന സമയത്ത് അല്ല, നമ്മള് ഒരു ബാച്ച് ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെയാണ് നമുക്ക് കോമഡി സ്റ്റാർ, കോമഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞ പരിപാടികൾ കിട്ടി. പിന്നെ അതിലൂടെയാണല്ലോ പിന്നെ ടി വിയിൽ വന്ന് പുറത്തോട്ട് വന്ന് ഒരു പരിപാടി വന്നത്. വിന്നറായിരുന്നു. നമ്മൾ ആ ടീം നമ്മളാണ് വിൻ ചെയ്തത്. പിന്നെ കോമഡി സ്റ്റാർ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു 3 കൊല്ലം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഗൾഫിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് വന്നിട്ടാണ് വീണ്ടും കോമഡി എക്സ്പ്രസ്സിൽ വന്നത്, ഏഷ്യാനെറ്റിൽ. അവിടെ നിന്ന് നേരെ ഫ്ലവേഴ്സ് ടി വിയിൽ സുരാൻ നാഗര കൊണ്ടിരുന്ന പരിപാടി ഉണ്ടായിരുന്നു, സ്റ്റാർ കോമഡി സൂപ്പർ നൈറ്റ്. സൂപ്പർ നൈറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ നേരെ തമാർപ്പട സ്റ്റാർ മാജിക്, പിന്നെ ആ പരിപാടികളൊക്കെ ആയിട്ട് പത്മിനി. ഇതായിരുന്നു എൻ്റെ ഒരു ജേണി. പിന്നെ അതിനിടയ്ക്ക് നായികൻ എന്ന് പറഞ്ഞ മനോരമയുടെ ഷോ ഉണ്ടായിരുന്നു. അതിൽ ഞാനായിരുന്നു നമ്മൾ കണ്ടന്റ് റൈറ്റിംഗ്, കോമഡി സ്കിറ്റ് റൈറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്റ്റാർ മാജിക്കിലും പ്രധാനപ്പെട്ട അതെ, അതിൻ്റെ കണ്ടന്റ് ക്രിയേഷനും പരിപാടിയൊക്കെ ഓരോ കണ്ടന്റ് നോട്ട് ചെയ്ത് അതിൻ്റെ കുറച്ച് സീക്വൻസുകളൊക്കെ പിടിച്ചിട്ട് ബാക്കിയൊക്കെ ഇന്നറും ഒക്കെ ഉള്ള പരിപാടികളും. ഇത് പറഞ്ഞപ്പോഴേ ആലോചിച്ചേ, അഖിലേട്ടൻ ഫസ്റ്റ് സെറ്റിൽ വന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ സെറ്റിൽ വന്ന സമയത്ത് അശ്വിൻ പറഞ്ഞ് പുള്ളി സ്റ്റാർ മാജിക്കിന്റെ റൈറ്ററാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളൊക്കെ ഭയങ്കര ചാടുള്ള പുള്ളിക്ക് എന്ത് ഭയങ്കര മൈൻഡൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു സംസാരമാണ് നമ്മള്. ഭയങ്കര ചാട എന്നൊക്കെ പറഞ്ഞിട്ട് പാവം മനുഷ്യൻ അറിഞ്ഞില്ല. കാരണം എനിക്ക് ഒറ്റ ഇരിക്കുന്ന, എനിക്ക് അല്ലെങ്കിലും ഈ ഒരു ഫ്രണ്ട് സർക്കിളായിട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അവിടെ എന്ന് വെച്ചാൽ ക്യാരവന്റെ ബഹളം വരുന്നു. ഒരു ക്യാരവന്റെ അതിന് ഇവരെല്ലാവരും ഒറ്റ ക്യാരൻ. ഞാൻ പിന്നെ പൊളിച്ച് അപ്പുറത്ത് പോകും. അവിടെ പോയിരുന്നു ഭയങ്കര രസം വരുന്നുണ്ട് അത് ഷൂട്ട് പരിപാടി. അതായത് ആ ക്ലൈമാക്സ് സീനിലൊക്കെ 8, 9, 10 ക്യാരവനാണ് നിരത്തി ഇട്ടേക്കാണ് FACT-ല്. അത് എല്ലാത്തിലും വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ്. രാജേട്ടൻ, ജഗദീഷേട്ടൻ, വൈച്ചേട്ടൻ, രേഖേച്ചി, അങ്ങനെ ഐശ്വര്യ, യോഗി ബാബു, എല്ലാരും ഇൻഡസ്ട്രിയിൽ എല്ലാരും ഉണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ട് ഒരു സൈഡിലൊരു ക്യാരവനില്. അപ്പൊ പുറത്തിറങ്ങിയ കാണുന്ന ഇവരൊക്കെയാണ്. അപ്പൊ നമ്മള് ഭയങ്കര ജെല്ലായി ആ സമയത്താണ് അഖിലേട്ടനും മാഷും, കുഞ്ഞിക്കണ മാഷില്ലേ, അച്ഛനായിട്ട് അഭിനയിച്ചത്. പുള്ളി
അഖിലേട്ടനും തന്തവൈ പഠിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഒരു ഞങ്ങളുടെ ഇതിന്റെ അപ്പുറത്ത് ഞങ്ങളവിടെ കുറെ ഗെയിംസും കാർഡും മറ്റേ യൂനോ കാർഡൊക്കെ വെച്ചിട്ട് കളിക്കും. അപ്പൊ അങ്ങനെ മാഷ് പിന്നെ ഇങ്ങനെ മാഷിന്റെ ടീമായിട്ട് പോയി. കാരണം ചേച്ചിയും അവരൊക്കെ ആയിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് പോയി. ഞാൻ ഒറ്റയ്ക്കായി പോയി. വൈബിലേക്കും ചാടി, തന്ത വൈബിൽ ഇങ്ങോട്ട് ഇറങ്ങി. പിന്നെ പൃഥ്വിരാജിന് ഇൻട്രോ കൊടുത്തു എന്നും പിന്നീട് ബേസിലിന് ഇൻട്രോ കൊടുക്കാൻ ശ്രമിച്ചത് പാളിപ്പോയി എന്നൊരു കഥ പറഞ്ഞു. അതെന്തായിരുന്നു, അതൊന്ന് പറയൂ. രാജേട്ടൻ വന്നപ്പോഴും യോഗി ബാബു വന്നപ്പോഴും പിന്നെ ഒരു സർപ്രൈസ് ഒരു ക്യാരക്ടറോട് ഉണ്ട് സിനിമയിൽ, കണ്ടറിയാം, പറയണില്ല. ഇവരൊക്കെ വന്നപ്പോ അവരുടെ ഏറ്റവും ഫേമസ് ആയ പടത്തിലെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ആരവവും മറ്റേ ബൗൺസേഴ്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ ബേസിലേട്ടൻ ഷൂട്ട് ഫസ്റ്റ് ഡേ തൊട്ട് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇടയിലാണല്ലോ വന്നത്. അപ്പൊ ഇവർക്ക് ഭയങ്കര ഇതായിരുന്നു. ബേസിലേട്ടൻ ഷൂട്ട് ഫസ്റ്റ് ഡേ തൊട്ട് അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇൻട്രോ പുള്ളിക്ക് കൊടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വന്ന് ഷൂട്ട് തുടങ്ങി. പിന്നെ ഇവരുടെയൊക്കെ പിന്നെ പിന്നെ ബേസിലേട്ടൻ കണ്ടപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ, നിങ്ങളൊക്കെ ഇത്രയും ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഒരു ഇൻട്രോ പോലും സെറ്റ് ചെയ്തൊന്നുമില്ല, ഒന്നില്ലെങ്കിൽ ഞാനും വലിയൊരു നടനല്ലേ, ഡയറക്ടറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് 2 ദിവസം മുന്നേ തൃശ്ശൂരിൽ നിന്ന് പടക്കം വരുത്തിച്ച് പുള്ളിക്ക് ഇന്നൊരു ഇൻട്രോ കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട്, അത് ഞാനും സിജും അശ്വിനും ഈ പറഞ്ഞ പോലെ അനീഷേട്ടനാണ് നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോളറാണ് പടക്കം കൊണ്ടുവന്നത്. എന്നിട്ട് ഞങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പുള്ളിയുടെ ഇൻട്രോക്ക് വേണ്ടി. ഡ്രോണൊക്കെ സെറ്റ് ചെയ്തു അവിടെ നിന്ന് സിറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇയാളെ വണ്ടി വരുന്നത്. അപ്പോൾ വോൾവോ ആണ് വണ്ടി പുള്ളിയുടെ. അപ്പോൾ വോൾവോ വരുന്നത് നമ്മൾ അടിപൊളി ഡ്രോൺ ഷോട്ട്, പടക്കം, കുറേ പുക, അതിനിടയ്ക്കൂടെ ബേസിലേട്ടൻ വരുന്നു. ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അന്ന് എന്തോ നിർഭാഗ്യവശാൽ പുള്ളി വോൾവോ സർവീസിന് കൊടുത്തിട്ട് ഇന്നോവയിൽ ഇവരെല്ലാവരും കൂടെ വന്നേ, ചേട്ടനും ഫാമിലിയും ബേസിലേട്ടനും എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് നമുക്കിതറിയില്ലല്ലോ. നമ്മള് ഡ്രോൺ വന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷം കഴിഞ്ഞപ്പോ വിപിൻ ചേട്ടനും ഫാമിലി ഇറങ്ങിയിരുന്നു ഫസ്റ്റ്. അപ്പൊ പടക്കം കഴിഞ്ഞു. ഞങ്ങളുടെ എന്റെ കൈയൊക്കെ പൊള്ളി, ആ വീഡിയോ കണ്ടിട്ടുണ്ട്, കൈയൊക്കെ പൊള്ളിയുടെ സൈഡിലായി പോയി. അപ്പൊ വീഡിയോ കിട്ടിയപ്പോ ബേസിലേട്ടൻ പുകയില് കാണാനില്ല, ഫ്രണ്ടില് വിപിൻ ചേട്ടനും വൈഫും കുട്ടിയും. അവർക്കൊരു മാസ് വീഡിയോ സെറ്റ് ചെയ്ത് കൊടുത്തു. അവസാനം അതിന് സീന് ബേസിലേട്ടൻ ഇന്നൊന്നും ഒന്നിനും പറ്റില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്ത്, സൈഷേട്ടൻ ഉണ്ടായിരുന്നു ബേസിലേട്ടൻ്റെ കൂടെ ഡ്രൈവറായിട്ടും ഞാൻ കൂടെ ഉള്ള ആളാ. അപ്പൊ പുള്ളീനെ ഏൽപ്പിച്ചായിരുന്നു വീഡിയോ എടുക്കാൻ, സൈഡിൽ നിന്ന് പ്രൊഫൈലായിട്ട് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വരുന്നത് പുകേന്റെ അകത്ത് കൂടെ. അതിലും ബിബിൻ ചേട്ടൻ, അതിലും ബേസിലേട്ടൻ ഇല്ല. ബേസിലേട്ടൻ ആകെ ഡാർക്കായി പോയി. ഇനി എന്തൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് ഇനി പുള്ളീനെ ഒക്കെ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പണിയാണ്. ഇല്ലെങ്കിൽ ബേസിൽ പിണങ്ങും. പിന്നെ ഇതിപ്പോ ബേസിലിനെ ഇവര് കളിയാക്കി കൊണ്ട് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇവര് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് തൃശ്ശൂര് പ്രാങ്കുടി ഷാപ്പിന്റെ സെറ്റിൽ പോയിട്ട് ചെയ്ത വീഡിയോ ആണ്. അവിടം വരെ പോയിട്ട് ഊക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അത്രയും നമ്മളോട് അത്രയും ഫ്രീഡം തരണോണ്ടാട്ടോ. നമ്മൾ അത്രയും ബ്രദർലി ഒരു ഫ്രണ്ട്ലി പരിപാടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും ഇത്. പുള്ളിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരിക്കലും ഇതൊന്നും നടക്കില്ലല്ലോ. അതുപോലെ ബേസിലിന്റെ കോംബോ ഉണ്ടല്ലോ ഇതിനകത്ത് രസമുള്ളതെന്ന് പറഞ്ഞാൽ, ബേസിൽ പൃഥ്വിരാജ് കോംബോ എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ പാട്ടിടുന്ന സമയത്ത് ഒരുപാട് സമയം അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് പാട്ട് വെച്ചിട്ട്. പക്ഷേ എനിക്കൊറ്റ ലാഗ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് തമ്മിൽ ആ പെണ്ണിനെ കളിയാക്കിയിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുമല്ലോ. അപ്പൊ ബേസിലിന്റെ കുറെ മോഡുലേഷനിലുള്ള ചിരിയുണ്ട്. ഓരോ മോഡുലേഷനിലെ ബേസ് ചിരി. ഞാൻ വിചാരിക്കും ഇത് എന്ത് രസമായിട്ടാണ് അയാൾ ചെയ്തിരിക്കുന്നത്. പുള്ളി സത്യമായി എനിക്ക് RR ഉൾപ്പെടെ മനസ്സിൽ കണ്ടാണ് ആ ഷോട്ടെല്ലാം എടുക്കുന്നത്. അതാണ് അതിന്റെ ഒരു അത്രയും ആ എസൻസ് കിട്ടാനുള്ള കാരണം. ശരിക്കും ഭയങ്കര ബ്രില്യന്റ് ആണ്. ദീപു പ്രദീപ് എഴുതിയ സാധനത്തിന്റെ കറക്റ്റ് മീറ്റർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അത് വിപിൻ അത് കൺസീവ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ളത്. അസാധ്യമായിട്ടുള്ള ഒരു നല്ല പ്ലോട്ടല്ലായിരുന്നു. ആ ഒരു പ്ലോട്ട് തന്നെ രസമുള്ളതല്ലേ, ആ അളിയനും അളിയനും പരിപാടി. അതും ഫ്രഷ് ആണ്. ക്ലൈമാക്സും എക്സ്പെക്ട് ചെയ്യില്ലാത്തൊരു ആളാണ് കല്യാണം നടത്തുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഇതല്ലേ, ഫ്രഷ് പരിപാടിയാണ്. പിന്നെ ഈ ദീപു ചേട്ടന്റെ സ്ക്രിപ്റ്റ് പുള്ളി 5 വർഷം മുന്നേ എന്തോ എഴുതിയ സ്ക്രിപ്റ്റാണ്. 5 വർഷം മുന്നെയാണ് ഇതിന്റെ ഐഡിയ പുള്ളിയുടെ തലയിലുണ്ട്. അപ്പൊ ദീപു ചേട്ടനും ഭയങ്കര ബ്രില്യന്റ് ആണ്, വിപിൻ ചേട്ടനും അതിലേറെ ബ്രില്യന്റ് ആണ്. അപ്പൊ ഇവര് തമ്മിൽ ഒത്തിട്ടാണ് ഈ പരിപാടി വരുന്നത്. ഒന്നും നോക്കാനില്ല, അവര് കറക്റ്റ്. നമ്മള് ഒരു കാലഘട്ടത്തിൽ മിസ് ചെയ്ത കുറെ പടങ്ങളുണ്ട്. ഈ ജഗദീഷിന്റെ ഒക്കെ അതേപോലെ ജയറാമേട്ടന്റെ ഒക്കെ പടങ്ങൾ ഒരു ക്രൈസിസ് ഉണ്ടാവും. ഈ ക്രൈസിസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടെ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ്. അത്തരം പടങ്ങൾ ശരിക്കും നമുക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു ജോണറിലാണ് ഒരു കൂട്ട ബഹളം. ഇതെങ്ങനെ പരിഹരിക്കും? അത് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു ഇത്രയും വലിയ ടീമിന്റെ കൂടെ നമുക്കും ആ ഒരു ക്യാരക്ടർ പരിപാടി പിടിച്ചാൽ നിൽക്കാൻ പറ്റി, അല്ലെങ്കിൽ അതിനൊരു ചിരി കൊണ്ട് തിയേറ്ററിൽ അതിനൊരു അഭിപ്രായം ജനങ്ങളുടെ അത് ഭയങ്കര നമുക്ക് സ്റ്റേജിൽ നിന്നുള്ള കൈയിടിയും ചിരിയും റെസ്പോൺസും ആണല്ലോ കിട്ടിയത്. കാരണം സിനിമയിൽ എനിക്കൊരു ഇത്രയും ഒരു ബ്രേക്ക് വരുന്ന അല്ലെങ്കിൽ ഇത്രയും ഒരു ഹിറ്റ് പടം ആ ഫസ്റ്റ് ആദ്യം ഇത് തന്നെയാണ്. 5-6 സിനിമകൾ കഴിഞ്ഞില്ലേ? 12 പടം കൊണ്ടായിരുന്നു. ഓ,
12 പടം കണ്ടേ. ആ പിന്നെ സീനിയർ വൻ സീനിയർ ആണ്. ഇത് ഞാൻ തന്നെ എഴുതി വെച്ച് ആ പടത്തിന്റെ പേര് ഉൾപ്പെടെ കിടന്ന് പറഞ്ഞു കേൾപ്പിച്ചാൽ മനസ്സിലാവും. എന്നാലും മനസ്സിലാവില്ല ചില പടങ്ങളെ പേര്. ജിബിൻ പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര രസമായില്ലേ. പക്ഷെ ഞങ്ങള് ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്കൊന്നും കിട്ടിയ കുഞ്ഞുണ്ണി ക്യാരക്ടറിലെ പടം കണ്ടപ്പോ കിട്ടിയത് കേട്ടോ. ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ ഒരു ഗുണം പറ്റിയെന്ന് വെച്ചാല് ഈ ദൃശ്യത്തിന്റെ റെഫറൻസിൽ തന്നെ കുഴിയെടുക്കുന്ന സീനില്ലേ, അത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായില്ല. വേറെ ഒരു സീനിൽ ഓർമ്മിച്ചില്ലെങ്കിലും ആൾക്കാർ അറിയില്ല. ആ ദൃശ്യത്തിന്റെ റെഫറൻസ് മറ്റേ ഗുരുവായൂർ അമ്പലം വരെ കാണിച്ചില്ലേ, അപ്പൊ കുഴിയെടുത്തില്ലേ, അതാണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത്. അഖിലേട്ടന്റെ ചില സാധനങ്ങളൊക്കെ ഭയങ്കര നല്ല രസമായിരുന്നു. ഞാൻ ഇവ പടം കണ്ടപ്പോ ഞാൻ ചിരിച്ചു പോയ സാധനം മറ്റേതില്ലേ, പ്രത്യേകം ചോദിക്കില്ല നിനക്ക് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നോക്കില്ലേ, അപ്പൊ പുള്ളി ആർക്കറിയാം അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട് പുള്ളിയുടെ. അതൊക്കെ ഭയങ്കര ലൈറ്റ് സാധനമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാധനമൊക്കെ. ഈ രണ്ടെണ്ണത്തെ ഫിറ്റായി സാധനമൊക്കെ. കാരണം പുള്ളി മാറ്റത് മൈൻഡ് വെച്ചാണല്ലോ പറയണത്. നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ നമ്മളെ വിചാരം ഫിറ്റായിട്ട് ഓരോന്ന് പറയണതല്ലേ. പുള്ളി എന്തെല്ലാം ചിന്തിച്ചാണോ നമുക്ക് എണ്ണ അടിക്കണം. കാരണം എന്റെ ക്യാരക്ടറിന്റെ ആ റൂട്ടും അതാണല്ലോ. പുള്ളി ഒരു നിഷ്കളങ്കനാണ്. ഗൾഫിൽ ജോലി കൊണ്ടുവന്ന മനുഷ്യനാണ്. കിട്ടാൻ വേണ്ടി കിടന്ന് കാണിച്ച പരിപാടിയാ. ഇവിടെ വന്ന് നടന്ന് തിരിച്ചു പോകാൻ പറ്റാതെ സാർ എന്തെങ്കിലുമൊക്കെ തരാതിരിക്കില്ല. അതെ നഷ്ടപ്പെട്ടു എല്ലാം പോയി അടിയും. പക്ഷെ അവസാനം വരെ ഞാൻ വിട്ടുകൊടുത്തില്ല കേട്ടാ. എല്ലാരും കല്യാണത്തിന് സന്തോഷമായിട്ട് കൈ കൊടുത്തപ്പോഴും നമ്മളോത്ര ദേഷ്യം കിടപ്പുണ്ട്. ക്യാരക്ടർ ബിബിൻ ചേട്ടൻ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഭയങ്കര നമുക്കൊന്നും അറിയാൻ പോലും പറ്റിയില്ല. അത്രയും ദിവസം കൂടെ ഉണ്ടായിട്ട് ഈ ക്യാരക്ടറിന്റെ എങ്ങോട്ടാണ് അതിന്റെ ഒരു ലൈൻ പോണതെന്ന് നമുക്ക് അറിയാൻ പറ്റിയില്ല. പടം കാണുമ്പോഴാണ് അറിയണത് ഒരു ക്യാരക്ടർ ഇത്രയും ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഞാനൊക്കെ ചെയ്ത പരിപാടി ഇത്രയും ഉണ്ടായിരുന്നു ഞാൻ സിനിമയില്. എനിക്ക് ഇത്രയും ഒരു അത് കറക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഞാനും അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നൊരു സംഭവം. ഇത് പടം കണ്ട് എല്ലാവരും പറഞ്ഞിട്ട് ത്രൂ ഔട്ട് ഉണ്ട് പടത്തിൽ. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ആണല്ലോ. പിന്നെ ഇന്നലെ ബിബിൻ ചേട്ടൻ നമ്മള് ഇന്നലത്തെ പ്രൊമോ വർക്കൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കഴിച്ചിട്ട് ഞങ്ങൾ പുറത്ത് സംസാരിച്ചിരിക്കുമ്പോൾ ബിബിൻ ചേട്ടൻ പറഞ്ഞതാണ്, ഇതിലാരും നിങ്ങളാരും ഞങ്ങൾ ചുമ്മാ കൊള്ളാന്ന് പറഞ്ഞ എടുത്തതല്ല. ഒരു ക്യാരക്ടർ ഇയാൾ ചെയ്താൽ കൊള്ളാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എടുത്തതാണ് എല്ലാവരും. ചേട്ടനെയും എന്നെയും സിജുവിനെയും. അല്ലാതെ പരിചയത്തിന്റെ പുറത്തൊന്നും എടുത്തതല്ല. ക്ലിയർ വിഷൻ ഉണ്ട് പുള്ളിക്ക് സിനിമയിൽ ഏതൊക്കെ ക്യാരക്ടർ വേണം ഏതൊക്കെ വേണ്ട. അല്ലാതെ പരിചയത്തിന്റെ പുറത്തോ ഒരു ചാൻസ് കൊടുത്തേക്കാം അങ്ങനെയൊന്നുമല്ല. ലാസ്റ്റ് പടം കണ്ട പത്മയല്ലേ, പത്മന്റെ പടം കണ്ട ഫാമിലി ആയിട്ട് ആ ക്രൗഡിന്റെ ഇടയിൽ ഭയങ്കരമായ ഒരു സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ എന്റെ ഫസ്റ്റ് അനുഭവമുള്ളൂ ഇത്രയും ഒരു ഹിറ്റിന്റെ ഭാഗമായ ഒരു പടത്തിൽ. അപ്പൊ ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം 4 ചുറ്റും മൊബൈൽ ക്യാമറയും ഫ്ലാഷ്, അതിന്റെ സെൻട്രലിൽ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഒരു എനർജി. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയും കൂടിയാണ് ഇത്രയും ക്യാമറാസിനെ ഫേസ് ചെയ്യാൻ കിട്ടുക. ആ ഒരു ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് ആൾക്കാർക്ക്. ഈ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഭയങ്കര പോപ്പുലർ ആണ്. സിനിമയിൽ വന്നത് 18+ വന്നത് അതുകൊണ്ടല്ലേ? 18+ എന്നോട് അരിഞ്ചേട്ടൻ പറഞ്ഞത്, എഡിജെ പറഞ്ഞത് ഞാനൊരു ലേഡി ക്യാരക്ടർ ചെയ്യായിരുന്നു സൈനത്താന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ടാണ് ഇതിലേക്ക് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് വർക്കായില്ല. അങ്ങനെ അതും ഇതും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞത് അങ്ങനത്തെ ഒരു സാധനം നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സാധനം നീ ചെയ്യും എന്നുള്ള പുള്ളിക്കൊരു ധൈര്യം കൊണ്ടാവാം. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആ ക്യാരക്ടർ എന്നെ ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ അത് വെച്ച് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന എനിക്ക് ഒരു ചെറിയൊരു ചമ്മലുള്ള പരിപാടിയാണ്. കാരണം ഞാനത് ഫണ്ടിന് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയായിരുന്നു. അപ്പൊ അത് ആൾക്കാരുടെ നിന്നൊക്കെ സൈനത്താന്നൊക്കെ വിളിക്കുന്നത് എനിക്കൊരു ഭയങ്കര ചമ്മലായിരുന്നു. പക്ഷെ അരിഞ്ചേട്ടൻ ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത് കണ്ടിട്ടാണല്ലോ 18+ ഒരു നെസ്ലന്റെ കൂടെ ത്രൂ ഔട്ട് ഒരു സാധനം ചെയ്യാൻ വിളിച്ചത്. അപ്പൊ നമ്മള് ചെയ്യണ ഒരു എല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാര്. ഈ കണ്ടന്റ് മതിയാക്കിയിട്ടില്ല. എനിക്ക് കുറെ ഐഡിയാസ് ഇപ്പോഴും ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് ഒരു കുന്നോളം എന്റെ ഫോണിലുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് എനിക്ക് ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റാൻ അറിയില്ല. കാരണം ചിലതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. ചിലതൊക്കെ ഇനി എനിക്ക് ഒരു ബ്രേക്ക് വന്നു. ആക്ച്വലി ഇതൊരു ഫ്ലോ ആണ് കോണ്ടന്റ് എല്ലാം. ഈ കോണ്ടന്റ് ക്രിയേഷൻ എനിക്ക് വേണ്ടി സ്കിറ്റ് പരിപാടി ഇതൊക്കെ ഒരു ഫ്ലോ ആണ്. ഫ്ലോയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വരും. ഇതിപ്പോ ഒരു 1.5 വർഷമായിട്ട് ഫ്ലോ കട്ടാണ്. അപ്പൊ എനിക്കിനി അത് അത് സെറ്റാക്കി എടുക്കണം. പടങ്ങൾ വന്നോ വേറെ? ഇനി ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു വാഴ എന്ന് പറഞ്ഞ മൂവി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളൊക്കെ തന്നെയാണ്, സിജു, ഞാന്, ജോമോൻ, ഞങ്ങള്, എന്റെ അനിയൻ, ഞങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓടുംകുതിര ഇപ്പൊ ഫഹദിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ചെറിയ പരിപാടി ഉണ്ട്. നിവിൻ പോളിയുടെ ഫാർമ എന്ന് പറഞ്ഞ വെബ് സീരീസ്. ഇത് 3 ലൈനപ്പ് ഉള്ളത്. ബാക്കി വരുമായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ ആരെങ്കിലും വിളിക്കായിരിക്കും. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസസ് കിട്ടും. എനിക്ക് ഡേറ്റ ആവശ്യം പോലെ ഉണ്ട്. ഒരു കാര്യം കൂടെ ഉള്ളത്, നിഖിലയുടെ ക്യാരക്ടറിന് അധികം ഡയലോഗ് ഒന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില ആക്ഷൻസ് ഉണ്ടല്ലോ. അത് എനിക്ക് വേണ്ട സിനിമയിൽ ഏറ്റവും ട്രാപ്പായി കിടക്കണത് നിഖില. ഒന്നും ചെയ്യാനും പറ്റില്ല, മിണ്ടാനും പറ്റൂല, ഡയലോഗ് ഇല്ല. ബേസിലുണ്ട്. ഇങ്ങനെയാണ് നിൽക്കണ ഫുൾ ടൈം. എന്ത് ചെയ്യും? പെട്ട് നിൽക്കില്ലേ?
പെട്ട് നിൽക്കുന്ന ആ സാധനം ഇല്ലേ, അത് പല സ്ഥലത്തും അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും പടം നന്നായിട്ട് കുതിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ പോട്ടെ. ലൈറ്റർ കോമഡി എന്ന് പറയുന്ന സാധനത്തില് എന്തായാലും സക്സസ് ആണ്. ഞാൻ ത്രൂ ഔട്ട് ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ചിലരൊക്കെ പറയുന്ന ലാഗും സാധനങ്ങളൊന്നും സത്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ പടത്തിൽ ലോജിക്ക് തിരയാൻ വേണ്ടി നിൽക്കൂലായിരുന്നു, ലോജിക്കിന്റെ ആവശ്യമില്ല. പടം ത്രൂ ഔട്ട് പൊക്കോട്ടെ എന്നുള്ള മൂഡിലായിരുന്നു ഞാൻ. നമുക്ക് എല്ലാ പടവും 100% പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പടമില്ല. ഈ പറഞ്ഞ പോലെ ലോജിക്കൊക്കെ നമുക്ക് സിനിമ കാണുമ്പോൾ ശരിക്കും ലോജിക്ക് ഇല്ലാതെയും കാണാം. നമ്മളൊക്കെ ലൈഫില് നമ്മളൊക്കെ എന്തോരം ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് സിനിമകളിലാവാലോ. ജീവിതത്തിൽ തന്നെ ലോജിക്ക് ഇല്ലാതെ ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ. സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. തീർച്ചയായിട്ടും.